ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന ഒരു ട്രിപ്പിന്റെ വീഡിയോ ആണ്. നമ്മൾ സമ്മർ അവധിക്ക് പോയ പോലെ തന്നെ ഈ അവധിക്ക് നമ്മൾ ബസ് വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കയറി, ഇനി നമ്മൾ വഴിയുടെ ഇടയ്ക്ക് ഫുൾ വീഡിയോ എടുക്കാം. അപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു 3 hours അവര് ആദ്യത്തെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇവിടെയാണ് സ്റ്റോപ്പ്. ഞാൻ സ്റ്റോപ്പ് ഇപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഇതായിരുന്നു കേരളത്തിലേക്കുള്ള ബസ്സിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ്. അവരൊരു കഫറ്റേരിയന്റെ മുന്നിൽ വന്നിട്ടാണ് നിന്നത്. അവിടെ ഒരു കഫറ്റേരിയ മാത്രമല്ല, വേറെ കുറെ കടകളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ കഫറ്റേരിയയിൽ കയറിയിട്ടൊരു ചായയാണ് വാങ്ങിച്ചത്. അമ്മ ചായ മേടിച്ചു, ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇച്ചിരി എനിക്ക് തരണം. അമ്മ എനിക്ക് പാസ് ചെയ്തു. ഈ സ്റ്റോപ്പിനോട് ബൈ പറഞ്ഞു പോവാണ്. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോഴും ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം കൂടെ നിന്നിട്ടാണ് ബസ്സിൻ്റെ അകത്തേക്ക് കയറിയത്. അപ്പോൾ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ട് ഇതാ ഇങ്ങനെയായിരുന്നേ. ഞങ്ങൾക്ക് ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഡെക്കിലായിരുന്നേ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് സ്റ്റാർട്ടായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. പിന്നെയാണ് കുറച്ചും കൂടെ ദൂരം പോയി കഴിഞ്ഞാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ കയറിയപ്പോൾ ഒരു 12 ഒക്കെ ആയി കാണും. അപ്പോൾ അവർ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ഉറങ്ങി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞാൻ എണ്ണീറ്റു. ഇന്നലെ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് ഒരിടത്തും ലൈറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഇച്ചിരി ലൈറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. കയറുവോ സ്റ്റീപ്പോ ഇല്ലാത്ത വഴികൾ കൂടെ ഒക്കെയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് അത്ര മോഷൻ സിക്നസ് ഒന്നും വന്നില്ല. ഇങ്ങനെയാണ് ഇവിടുന്നുള്ളൊരു വ്യൂ. രസമല്ലേ? നമ്മൾ കേരളത്തിൽ കയറിയതും അപ്പം തൊട്ട് നല്ല മഴയായിരുന്നേ. എന്തായാലും നല്ല മഴ പെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരിക്കും പുറത്ത്. പ്രതീക്ഷിച്ച അത്ര ചൂട് കാണത്തില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്റ്റോപ്പ് എത്താറായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ എണ്ണേറ്റു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ സ്റ്റോപ്പ് എത്തുമെന്ന് വിചാരിച്ച് എണ്ണേറ്റു. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ബസ് പോയത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല സീറ്റിംഗ് ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത് ഒരു വണ്ടിയുടെ സീറ്റ് പോലെ. ഇതൊരു പില്ലോവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്ര ഹ്യൂമിഡ് അല്ലായിരുന്നു ക്ലൈമറ്റ്. അങ്ങനെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇങ്ങനെ ബസ്സിൽ കൂടെ മൂവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ജേർണി ആയിരുന്നു. നാട്ടിൽ ബസ്സിൻ്റെ അറൈവലിന് അത്ര ലാഗൊന്നും ആയില്ല. ലാസ്റ്റ് ടൈം നമ്മൾ ബസ്സിൽ വന്നപ്പോൾ കുറേ നേരം ലാഗായിരുന്നു നമ്മൾ നാട്ടിലെത്താൻ വേണ്ടി. ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ ആയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ. To the city streets we began to feel the fire.